ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. കുറേ ദിവസങ്ങളായി വാർത്തകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം വരുമോ എന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന UDF യോഗത്തിലും പ്രസിഡന്റ് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം AICC ആസ്ഥാനത്തായിരുന്നു. ഇതുകൊണ്ടൊക്കെ KPCC പ്രസിഡന്റ് മാറും എന്ന വാർത്ത കൂടുതൽ കരുത്ത് വന്നു. പിന്നെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട പ്രസിഡന്റ് എല്ലാം AICC തീരുമാനിക്കും എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ സുധാകരൻ മാറാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുകയും ചെയ്തു. നിലമ്പൂർ ഇലക്ഷന് മുൻപ് നേതൃമാറ്റം ഉണ്ടാവും എന്ന രൂപത്തിൽ വാർത്തകൾ വന്നു കൊണ്ടിരുന്നു. അതിന് കുറേ കാരണങ്ങളും മാധ്യമങ്ങൾ നിരത്തുകയുണ്ടായി. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട പ്രസിഡന്റ് KPCCയിൽ മാറ്റം ഉണ്ടാവുമെന്ന പ്രചരണം മുഴുവനായും തള്ളിക്കളയുകയായിരുന്നു. തന്നെ സംബന്ധിച്ച് വലിയ അനാരോഗ്യമൊന്നുമില്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ചികിത്സയല്ലേ വേണ്ടത് എന്ന നിലപാടാണ് KPCC പ്രസിഡന്റ് സ്വീകരിച്ചത്. തൽക്കാലം നേതൃമാറ്റം എന്ന അധ്യായം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രസിഡന്റിന്റെ വിശദീകരണത്തോടെ ഈ വാർത്തയ്ക്ക് പരിസമാപ്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും താൻ തന്നെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് പാർട്ടിയെ നയിക്കുക എന്ന് കൂടി പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അടുത്തു വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന കാര്യം AICCയുമായി കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നത് യാഥാർത്ഥ്യമാണല്ലോ. KPCC പ്രസിഡന്റിനെ സഹായിക്കാൻ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റുമാരിൽ ചിലർക്ക് സ്ഥാനചലനം ഉണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും പ്രസിഡന്റിന്റെ പ്രസ്താവനയോടെ തൽക്കാലം K. സുധാകരൻ KPCC പ്രസിഡന്റായി തുടരും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. കൂടുതൽ വിശദീകരണത്തിനായി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. എന്തായാലും KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. KPCC പ്രസിഡന്റായി K. സുധാകരൻ തന്നെ തുടരും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ചിലർക്കെങ്കിലും സ്ഥാനചലനം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വാർത്തയും അതോടൊപ്പം വരുന്നുണ്ട്. അത് ഏതൊക്കെ ജില്ലയാണ്, ഏതൊക്കെ പ്രസിഡന്റാണ് സ്ഥാനചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരണം ഇതുവരെ എത്തിയിട്ടില്ല. അതേക്കുറിച്ച് ആരും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും വാർത്തകൾ വരാത്തതുകൊണ്ട് അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. ഏതായാലും KPCC പ്രസിഡന്റായി K. സുധാകരൻ തുടരും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം തന്നെ തീർത്ത് പറയുകയും ചെയ്തു. ഏതായാലും 4-5 ദിവസമായി വാർത്തകളിൽ കൂടുതൽ ഈ വിഷയം വന്നുകൊണ്ടിരുന്നു. അതിനൊരു പരിസമാപ്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു 2-3 പേരുകളൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അത് ചില സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുകയുണ്ടായി. ഏതായാലും തൽക്കാലം നേതൃത്വത്തിൽ ഒരു മാറ്റമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. K. സുധാകരൻ KPCC പ്രസിഡന്റായി തുടരും. നിലമ്പൂർ ഇലക്ഷനും അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷനും അതിനു മുന്നേ പഞ്ചായത്ത് ഇലക്ഷനും ഇതെല്ലാം കഴിഞ്ഞാലും ഇതെല്ലാം താൻ തന്നെയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് പാർട്ടിയെ നയിക്കുക എന്ന് തന്നെയാണ് K. സുധാകരൻ ഇന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ തൽക്കാലം KPCCയിൽ പ്രസിഡന്റ് സ്ഥാനത്തിന്, അധ്യക്ഷ സ്ഥാനത്തിന് തൽക്കാലം മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. K. സുധാകരൻ പ്രസിഡന്റായി തുടരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ വാർത്തകളുടെ ഫോളോ അപ്പ് ഇനിയും പ്രതീക്ഷിക്കാം. വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. തൽക്കാലം നിർത്തുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.